8 മണിക്ക് അവന് ബാഗ് വേണം. ഇത്രയും നേരം അവന്റെ വായിൽ എന്തിരുന്നെന്ന് അറിഞ്ഞൂടെ 8 മണിക്ക് ബാഗ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിനക്കൊരു വിചാരമുണ്ട് നിന്റെ ഈ ബാഗ് എല്ലാരും പിള്ളേരെ നോക്കി നിൽക്കും? ഞാൻ പിന്നെ ബാഗിൽ തന്നെ നോക്കണത്. ഞാനൊക്കെ സ്കൂബിയുടെ കൊണ്ടുപോയിട്ടു. നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ സ്കൂബിയുടെ ബാഗിൽ? അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ബാഗ് നീ എവിടെ പറയുന്നു അവിടെ വാങ്ങിച്ചു. ഓക്കെയാണ്. അപ്പുറത്തെ വീട്ടിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചോള് ക്രിക്കറ്റ് കളിച്ചിട്ട്. 50% ഓഫ് ഉണ്ടാ ഇപ്പൊ എടുത്ത് 749 രൂപ കിട്ടും. നീ തുടർന്ന ബാഗിൽ എടുത്ത് തരും. 3 ഞാൻ എടുത്ത് തരും. അവൻ എന്തോ ഭാഗ്യമുണ്ട്. ഇല്ലെങ്കിൽ നാളെ 2 രൂപയുടെ കവർ ഇട്ടുകൊണ്ട് പോയിട്ട് അഴുക്കാതിരിക്കും. 2 ദിവസം തറയെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുള്ളൂ കാലില്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ വ്ലോഗ്. എൻ്റെ അനിയന് നാളെ സ്കൂൾ തുറക്കണം. അപ്പോൾ നാളെ സ്കൂൾ തുറക്കണം. ഇന്ന് രാത്രി ഇപ്പം ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അവന് ബാഗ് വേണം. ഇത്രയും നേരം അവൻ്റെ വായിൽ എന്തിരുന്നെന്ന് അറിഞ്ഞൂടെ 8 മണിക്ക് ബാഗ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ചേട്ടൻ നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് അവന് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ബാഗ് നീ എവിടെ പറയുന്നു അവിടെ നിന്ന് വാങ്ങിച്ചു. നിനക്കില്ല, നീ സ്കൂൾ കഴിഞ്ഞ് മുതുക്കിയായി. ഇവക്കില്ല ഗൈസ്. എവിടെ പോണം? നമ്മുടെ ലുലു എത്തിയിരിക്കുകയാണ്. ഇവിടെ 2-3 ദിവസം മുമ്പ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവന് ബാഗ് വാങ്ങണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. ഓഫർ കഴിഞ്ഞപ്പോഴാണ് പറയണ ബാഗ് വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ. അത് വാങ്ങിച്ചു തരും. അയ്യോ നീ ആ സ്കൂളിൽ പോണ ഇങ്ങനെ ക്യൂട്ട്നെസ് അടിച്ചിരിക്കുന്നു ഇവിടെ സൈഡിൽ. ഇന്ന് ആളില്ല കേട്ടാ. ഇവിടെ ഓഫർ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ മനുഷ്യരില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ കാല് വയ്ക്കാൻ സ്ഥലമല്ലായിരുന്നു. പോലീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ കാറിടെ ഇത്തിരി ടാസ്ക് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴേ ക്യൂ ആ. ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. സമയം കണ്ട 8:27. അവിടുത്തെ ബ്ലോക്ക് ഒക്കെയാണ്. എന്തുമാത്രം വണ്ടി ഉണ്ടെന്നുണ്ടോ. പെയ്ഡ് പാർക്കിംഗ് ആണ് ഇപ്പോൾ. തിരക്ക് കണ്ട. എപ്പോൾ എത്തുമെന്തോ. മേഘക്ക് എന്താണ് വേണ്ടത്? അപ്പം ഇല്ല, ഇവിടെ ഇറങ്ങിക്കോ. എന്ത് ചിണുങ്ങണം. അപ്പൊ ചേച്ചിക്ക് എന്തൊക്കെ വേണം. ആണ് ഈ ചിണുങ്ങല് കുറെ നേരമായി. ആവശ്യം കാണാൻ മാത്രമൊന്നും അല്ല ഞാൻ സ്നേഹിക്കണം. അല്ലെങ്കിൽ എനിക്ക് സ്നേഹമാണ്. ഞാൻ എപ്പോഴും സ്നേഹം എക്സ്പ്രസ് ചെയ്യണ ആളാണ്. നമ്മൾക്ക് ഒരു ലൈഫ് അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിലുള്ള സ്നേഹം നമ്മള് എക്സ്പ്രസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ വേണ്ടത്. അപ്പൊ എന്തോ വേണം കാര്യമായിട്ട്. അതല്ല പറഞ്ഞത് എന്റെ പൊന്നോ. ഒരു ദിവസം എവിടെ കൂടെ പോയി കഴിഞ്ഞാൽ അവളെ തനിക്കൂടെ മനസ്സിലാവും. നാഗവല്ലി എവിടെയും കാലിലും ബെറ്റർ ആണ്. ഒരു രാവിലെ ആകുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഉച്ചയാകുമ്പോൾ നാഗവല്ലി, വൈകിട്ടാകുമ്പോൾ അയ്യോ ഈ ഒരു അടിയൊന്നും ഉണ്ടാവാത്തതുപോലെ വന്ന അഭിനയം എങ്ങനെ സാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെന്ന് വെച്ചാൽ എനിക്ക് കുറെ നേരം പിണങ്ങിയിരിക്കാൻ പറ്റില്ല. എന്തിനും അടി ഉണ്ടാക്കണമെങ്കിൽ പിണങ്ങിയിരിക്കാൻ പറ്റില്ല. അടി ഉണ്ടാക്കിയാലേ സുഖമുള്ളൂ. നമ്മൾ അടി ഉണ്ടാക്കുന്നു, പിണങ്ങുന്നു. അടി ഉണ്ടാക്കിയിട്ട് പിണങ്ങുമ്പം അടിപൊളിയാണ്. സ്വസ്ഥത കളഞ്ഞിട്ടുള്ള പിണക്കൊന്നും ഇവിടെ എനിക്ക് താല്പര്യമില്ല. അടി ഉണ്ടാക്കാൻ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച ശേഷം ഇങ്ങനെയാണ്. ഭയങ്കര സ്നേഹം. ഇതുവരെ ഇല്ലാത്ത. അപ്പുറത്തെ വീട്ടിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചോള് ക്രിക്കറ്റ് കളിച്ചിട്ട്. അത് ആരും അടിക്കാത്തണെങ്കിൽ അടിച്ചോളഞ്ഞു. അത് ബോൾ ചെയ്തെന്ന് ചേട്ടനല്ലേ? ബാറ്റ് ചെയ്ത ചേച്ചിയില്ലേ? നോക്കി കളിക്കണമായിരുന്നു. നമ്മൾ ലുലു എത്തിയിരിക്കുകയാണ്. ഇനി വൈൽഡ് ക്രാഫ്റ്റിന്റെ ഷോറൂം എവിടെ ഉണ്ടെന്ന് തപ്പി. ഗൈസ് ഇവിടെ കൊതി വിട്ട് തുടങ്ങി ഗൈസ്. അവിടെ തടി കേട്ടിട്ട് ഐസ്ക്രീം തണുപ്പ് ത്രോട്ട് ഇപ്പൊ എല്ലാം പനി സീസൺ ആണ്. അതുകൊണ്ട് തണുപ്പൊന്നും കഴിച്ചൂടെ. എനിക്കിപ്പോ പനിയായി തുടങ്ങി കഴിഞ്ഞു. അസുഖങ്ങൾ വരും. ഇപ്പോഴത്തെ എന്നെ പിന്നെ ആരും നോക്കും? നിനക്ക് പനി വന്നാൽ നമ്മൾ രണ്ടുപേരും നോക്കും. ആരുമില്ല. ഞാൻ മടിയാണ്. ഐസ്ക്രീം അടിച്ചത് അവിടെ പോയി. സ്കൈ ബാഗ്സ് 50% ഓഫ്. ഗൈസ് ഇവിടെയാണ് ഫുൾ ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഓഫർ കഴിഞ്ഞിട്ടില്ല. എടാ ഇപ്പം പഴയ സ്കൂബിയുടെ ഒന്നും ഇല്ലടാ ഇവിടെ. ഇപ്പം സ്കൂബിയുടെ ബാഗ്സ് ഒന്നും ഇല്ലേ? അയ്യോ ആ ജീവിയെ കാണാനില്ലേ ഇപ്പൊ സ്കൂബിയുടെ ബാഗ്? ഞാനൊക്കെ സ്കൂബിയുടെ കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ സ്കൂബിയുടെ ബാഗില്? ആളുടെ ഒറിജിനലാണോ? ഇതൊക്കെ എത്ര രൂപ? 50 ഉണ്ടാ. 50 വൈറ്റ് ഒക്കെ പിന്നെയും കളർ പോകും. ഉള്ള വൈറ്റ് എവിടെ നോക്കാൻ വയ്യ. ആ വൈറ്റ് നോക്കി 50 ഓറഞ്ച്. ഇതുള്ളല്ലോ. ഇവിടെ ഒന്നും എടുക്കുന്നില്ല. ബാഗ് നോക്ക്. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. 50% ഓഫ് ഉണ്ടാ ഇപ്പൊ എടുത്ത് 749 രൂപ കിട്ടും. നീ തുടർന്ന ബാഗിൽ എടുത്ത് തരും. 3 ഞാൻ എടുത്ത് തരും. എങ്കിലാ നിനക്കാണോ? ഇതിലാണെ ഒന്ന് തൊട്ടോ. ഏത് ഓഫറിൽ കിടക്കുന്ന സാധനം നിനക്ക് പറ്റൂല. നമ്മളൊക്കെ സ്കൂബിയുടെ ബാഗിലും ഡീസൽ 750 രൂപ എന്തോ ആണ്. 500 എന്നോ ഉള്ളൂ ഡീസൽ ബാഗിലാണ് കൊണ്ടുപോകുന്നത്. വലിയ ബാഗേ പറ്റൂ. 8:29 കയറിയതാ 8:44 തിരിച്ചിറങ്ങിയാണ്. എന്റെ പൊന്ന് ഗൈസേ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഫുള്ള് കടയാണ്. ചെല്ലം അങ്ങനത്തെ പോലത്തെ കുറെ കടകളുണ്ട്. ബാഗിന്റെ ഷോപ്പ് എന്തിന്റെ തരിപ്പാണെന്ന് പറഞ്ഞാൽ ലുലു മാളിൽ പോയി മേടിക്കാൻ പോയെന്ന് വേറെ ഉദ്ദേശമുണ്ട്. കാരണം കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്. ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ അവിടെ കുറച്ച് ലാഭമാണ്. അങ്ങനെയാണ് പോയത്.
എല്ലാ കട അടച്ച് ഇനി പോത്തീസ് മാത്രമേ ഉള്ളൂ. പോത്തീസിലോട്ട് ഇനി നമ്മൾ നേരെ കയറാൻ പോവുകയാണ്. അവിടെ ഇവന്റെ വൈൽഡ് ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ ഉള്ള ക്രാഫ്റ്റ് എടുത്തോണ്ട് നമ്മൾ വരും. എന്ത് അത്രേ ഉള്ളൂ. ആ മറ്റേ ട്രോളി പോലത്തെ ബാഗ് വേണേ അതും തരും. കുറച്ച് റിച്ചിൽ കയറിപ്പോ മറ്റേ തൂക്കി കയറിനാ ഇതും കൂടി വാങ്ങിച്ചോടാ. ബോട്ടിൽ അത് വാങ്ങി ഇങ്ങനെ പോണം. ആ ഇവിടെ ഉണ്ട് ഗൈസ് 10% to 50% ഓഫർ. ഫൈനലി നമ്മൾ പോത്തീസിൽ നമുക്ക് വൈൽഡ് ക്രാഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. വീടിൻ്റെ അടുത്തുള്ള എല്ലാ കടയും പൂട്ടിയതിന് ശേഷം നമ്മൾ പോത്തീസിലോട്ട് എത്തി. പോത്തീസിൽ വൈൽഡ് ക്രാഫ്റ്റ് ഉണ്ട്. ഇവൻ എന്തോ ഭാഗ്യമുണ്ട്. ഇല്ലെങ്കിൽ നാളെ 2 രൂപയുടെ കവർ ഇട്ടുകൊണ്ട് പോയിട്ട് വന്നാൽ. ഇനി ഇഷ്ടമുള്ള കളർ ഇട്. ഓ അത് അഴുക്കായ പെട്ടെന്ന് അറിയോടാ. അഴുക്കായ പെട്ടെന്ന് അറിയും. ഓ അതിന്റെ ചെരുപ്പ് ഈ കളറായിരുന്നു, മറ്റേ ക്രോക്സ്. പക്ഷെ എനിക്ക് ആവശ്യമില്ലായിരുന്നു. പട്ടാളം ഒക്കെയാണ്. ഫൈൻ ചൂണ്ടിക്കോ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എടുത്തോ, ഇല്ല ഇഷ്ടമുള്ള എടുത്തോ. 2500 ബാഗ് ഇടോളൂ. നമ്മളൊക്കെ പോയി ഡീസലിൻ്റെ 750 500 മതി. ബ്ലാക്ക് കളർ. പക്ഷെ എന്നാൽ എൻ്റെ സ്കൂബിയുടെ ബയോ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. താഴെ ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ കൊണ്ടു പോയി വാങ്ങിച്ചു കഴിച്ചപ്പോൾ വന്നിട്ട് പൈസ കൊടുക്കാം. എടുത്തോ ഫിക്സ് ചെയ്തോ. ബാഗിനൊന്നും ഇത്ര സമയം കളയല്ലേ. ഒറ്റ നോട്ടം എടുക്കുക. നിനക്കൊരു വിചാരമുണ്ട് നിന്റെ ഈ ബാഗ് എല്ലാരും പിള്ളേരെ നോക്കി നിൽക്കും. ഞാൻ പിന്നെ ബാഗിൽ തന്നെ നോക്കണത്. എല്ലാം 2 ദിവസം ഇത് അഴുക്കാവാ. തറയെ വെക്കില്ല. തറ വെച്ച ഇങ്ങനെ ഷൂസിന്റെ പുറത്ത് വെക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് പുതിയ ബാഗിന്. ഇങ്ങനെ ബാക്കിലൊക്കെ വെക്കും ബാഗ് അഴുക്കാതിരിക്കും. 2 ദിവസം തറയെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുള്ളൂ കാലില്. നീ എങ്ങനെയായിരുന്നാ തന്നെയല്ലേ? കണ്ട ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ല. നമ്മൾ പുതിയ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തറ വെച്ചത് ഇങ്ങനെ വെക്കുള്ളൂ കാലിന്റെ അകത്ത് ഇങ്ങനെ അഴുക്കാതിരിക്കാൻ. പക്ഷെ പിന്നെ നമ്മൾ താഴെ വെക്കാം. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അവൾ എപ്പോഴും മടിയിൽ അല്ലെങ്കിൽ ഇവിടെ എന്നിട്ട് നീ ഇരിക്കാൻ പറഞ്ഞു. അവള് ബുദ്ധിയുണ്ട്. അവൾ 5-6 വർഷം ആ ബാഗ് യൂസ് ചെയ്യും. ഇവരൊക്കെ ഓരോ വർഷം ഓരോ ബാഗാണ്. നിങ്ങൾ അങ്ങനെയാണ് ഗൈസ്. ഓരോ വർഷം ഞാനും ഓരോ വർഷം ഓരോ ബാഗായിരുന്നു. പക്ഷേ ഡീസൽ പല കമ്പനീസ് വന്നു. അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഈ വൈൽഡ് ക്രാഫ്റ്റ് ഒക്കെ അന്നും ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സ്കൂബിയുടെ ഡീസലൊക്കെ ലാസ്റ്റ് മറ്റേ സൈഡ് ചേരിഞ്ഞ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നു ഇങ്ങനെ സൈഡ് ചെയ്യുന്ന ഒരു ബാഗ്. നടക്കുമ്പോൾ ഇങ്ങനെ കുലിയൊക്കെ പോകും. അങ്ങനെ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് മതി. ഓക്കെ കല്ലി പോട്ട് നോട്ട് ബാഗ് ഇട്ടാണ്. നോട്ട് നിന്നെ നോക്കോ. എല്ലാവരും ബാഗ് നോക്കും. നോട്ട് ഓ നിന്നെ ബാഗ് നോക്കടാ. എല്ലാവരും നോക്കും. ഓക്കെ നമുക്ക് ബില്ല് ചെയ്യുമ്പോൾ കൊടുക്കുവാണോ? പൈസ ഇടണ്ട അങ്ങനെ ഇടണ്ട. പിന്നെ കൊടുക്കല് ഇത് വെറുതെ അവിടെ ഇരിക്കാനാണ്. കൊടുക്കുക പൈസ ഇടാൻ പോണം. ബാങ്കിൽ കൊണ്ടിടാ ആദ്യം ഉള്ള പൈസ വാങ്ങിച്ചു കഴിഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മൾ വീടെത്തി കഴിഞ്ഞു. ഈ വീട്ടിലൊരു അതിഥി ഇപ്പോൾ ഓടി വരുന്നതായിരിക്കും. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടാ. ടോക്കിയോ എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അവൻ്റെ ബാഗും ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ബാഗ് ഏകദേശം 2200 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ തമ്പനയിൽ ഞാൻ 15000 രൂപ ഇടുള്ളൂ. കാരണം എങ്കിലും ആൾക്കാർ കയറി കാണുള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണും വരെ ബൈ.